സ്വച്ഛന്തം പനയോലമേൽ കുറുകിടും നാരായമാം ചഞ്ചുവാൾ സ്വച്ഛം രാമകഥാമൃതം ജനതതിക്കാർത്താൻ പകർന്നേകിയോ പ്രച്ഛന്ന പ്രിയ കൈരളിക്കു സദൃശം രഞ്ജിച്ചു തുഞ്ചത്തെഴുത്തച്ഛൻ തൻ കരവല്ലിമേലരുളിയോരാ പൈങ്കിളിക്കായി തൊഴാം. യുദ്ധകാണ്ഡം. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ രാമ രമാ രമണ ത്രിലോകീപതേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപതേ രാമകഥാമൃതപാനപൂർണാനന്ദസാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും ചാരുരാമായണ യുദ്ധം മനോഹരം ഇത്തമാകർണ്യ കിളിമകൾ ചൊല്ലിനാൽ ചിത്തം തെളിഞ്ഞു കേട്ടിടുവീനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനനെ ചെവി തന്നു മുദാ രാമചന്ദ്രചരിതം പവിത്രം ശൃണു പ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരൂഢമോദാലരുൾ ചെയ്തിതാദരാൽ. ശ്രീരാമാദികളുടെ നിശ്ചയം. ദേവകളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധൗ ചിത്തേ നിരൂപിക്ക പോലും അശക്യമാമബ്ധീശതയോജനായതമശ്രമം ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനുമെങ്ങുമൊരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതോ കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയുമുടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു നക്രമകരചക്രാദി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടു മുടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ
രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകൂലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലുമോർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ജയം. വന്ഹിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ. വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരമിനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പുക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നിതു രാഘവ നിൻ തിരുമുൻപിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്ക ജലധിയെ, സത്വരം സേതു ബന്ധിക്കിലോ മാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ, നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തിയന്വിതമിത്രപുത്രോക്തികളിത്തമാകർണ്യകാകുൽസ്ഥനും തൽക്ഷണേ. മുമ്പിലാം മാറു തൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദിച്ചരുളിടിനാൻ. ലങ്കാവിവരണം. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ. എന്നതു കേട്ടു തൊഴുതുവാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നതമതിൽ മൂർധ്നി ലങ്കാപുരം. പ്രാണഭയമില്ലയാത്ത ജനങ്ങൾക്കു കാണാം കനക വിമാന സമാനമായി. വിസ്താരമുണ്ടങ്ങെഴുന്നൂറു യോജന, പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ. ഗോപുരം നാലു ദിക്കിങ്കലു ഉണ്ടതിശോഭിതമായ 17 നിലകളും. അങ്ങിനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടൊരു പോലെ. 7നും 4 ഗോപുര പങ്ക്തിയും ചൂഴവുമായി 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവാൻ വേല യന്ത്രപ്പാല പങ്ക്തിയും. അണ്ടർകോൻദിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ 10,000. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു 100,000 സദാ. ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ടു 10,100,000. ഉത്തര ഗോപുരം കാത്തു നിൽപ്പാനതിശക്തരായുണ്ടൊരു 1,00,00,000
നിശാചരർ. ദിക്കുകൾ നാലിലുമുള്ളതിലർത്ഥമുണ്ടുഗ്രതയോടു നടുവു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിന്നുമുണ്ടത്ര പേർ, മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടിജനം. ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരചിതാലങ്കാരഭേദമാതങ്കാപഹം പറയാവല്ലനന്ദനും. തൽപുരം തന്നിൽ നീളെ തിരഞ്ഞേനഹം, മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ. പുഷ്പിതോദ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടു കൂപ്പിനേൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിട വഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ. പിന്നെ കുറഞ്ഞോരവിവേകം ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ. രക്ഷോവരാത്മജനാകിയ ബാലകനക്ഷകുമാരനവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ. മന്നവ ലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം. പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതിവനെയെന്നേരം. കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടുമാദരാൽ. കൊല്ലുമാറില്ല ദൂതന്മാരെയാരുമേ. ചൊല്ലുള്ള രാജധർമ്മങ്ങളറിഞ്ഞവർ കൊല്ലാതയക്കടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലധിക്കഗ്നി കൊളുത്തുവാൻ. സസ്നേഹവാസസ പുച്ഛം പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാരപ്പോളടിയനും. ചുട്ടുപൊട്ടിച്ചേനെഴുന്നൂറ് യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം. മന്നവ ലങ്കയിലുള്ള പടയിൽ 4 മുടുക്കിനേൻ ത്വൽപ്രസാദത്തിനാൽ. ഒന്നുകൊണ്ടു മിനിക്കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുകാശു നാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹാപ്രസ്ഥാനമാശു കുരു ഗുരുവിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഘേന ലങ്കാപുരിക്കു ശങ്കാപഹം. ലംഘനം ചെയ്തു നക്തഞ്ചര നായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു. ദശാനന ഹുങ്കൃതിയും തീർത്തു സങ്കരാന്തേ ബലാൽ. പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ പങ്കജനേത്ര പരംപൂരുഷ പ്രഭോ. യുദ്ധയാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടഥ സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം.
അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയ മുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേ വരും. നക്ഷത്രമുദ്രമതും വിജയപ്രദം രക്ഷോജനർക്ഷമാമൂലം ഹരിപ്രദം. ദക്ഷിണനേത്രസ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുൻപും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ. വമ്പരാം വാനരന്മാരെ നിയോഗിക്ക രംഭപ്രമാധി പ്രമുഖരായുള്ളവർ. മുൻപിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപ്പിമ്പേ സുമിത്രാത്മജനംഗതോപരി. സുഗ്രീവനെന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബാലിശൂലി സമാനനാം മൈന്ദൻ വിവിധനും. പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും. ചൊല്ലുള്ള വാനര നായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും. കൂടെ പുറപ്പെടുകേതുമേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കെടോ. ഇത്തമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും. ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിടുവാൻ മർക്കട സഞ്ജയം. രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്ഥയാ വേഗാൽ നടന്നു തുടങ്ങിനാർ. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർധി നടന്നങ്ങടുക്കുന്നതുപോലെ ചാടിയുമോടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും. ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കപികുലം. ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പുക്കു മഹേന്ദ്രാചലാന്തികെ മേവിനാർ. മാരുതി തന്നെ കണ്ഠദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും. താരേയ കണ്ഠമർന്ന സൗമിത്രിയും പാരിലിഴിഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കപീന്ദ്രരും വാരിധി തീരം പ്രവേശിച്ചനന്തരം. സൂര്യനും വാരിധി തന്നെ പശ്ചിമ തീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ. സൂര്യാത്മജനോടരുൾ ചെയ്തിതാശു നാം വാരിയുമൂത്തു സന്ധ്യാവന്ദനം ചെയ്തു. വാരാനിധിയെ കടപ്പാനുപായവും ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു. പാരാതെ കൽപ്പിക്ക വേണമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ
രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാൻ പർവതാഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാൽ നക്രചക്രൗഘ ഭയങ്കരമെത്രയുമുഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നത തരംഗാഢ്യമഗാധമീതുത്തരണം ചെയ്വതിന്നരുതാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കപികളോ മന്ദബുദ്ധ്യ രാമപാർശ്വേ മരുവിനാൽ ചന്ദ്രനും അപ്പോഴുദിച്ചു പൊങ്ങിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖഹർഷ ഭയ ക്രോധലോഭാദികൾ സൗഖ്യമദമോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിദാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നിതു ദേഹാഭിമാനിനാം കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കലല്ല രണ്ടേതുമേ സംപ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരാത്മാ പരമ്പുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥാ ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതുമൊക്കെയോർത്താലബോധന്മാരുടെ മതം. രാവണാദികളുടെ ആലോചന. അക്കഥ നിൽക്ക ദശരഥ പുത്രരുമർക്കാത്മജാതികളായ കപികളും വാരാനിധിക്കു വടക്കേക്കര വന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മേ വരുത്തി വിരവോടു മന്ത്രനികേതനം പുക്കിരുന്നീടിനാൻ ആദിദേയാസുരേന്ദ്രാദികൾക്കുമരുതാത്തൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയിലോ കൊടുവന്നകം പുക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുപവനം നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാമക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയേ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിലെത്രയും നാണമാമില്ലൊരു സംശയം ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ധി തന്നുത്തര തീരെ മരുവും നോർ കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി
വന്നീലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം. ഉത്തമം മധ്യമം പിന്നെ തഥമവുമിത്തം ത്രിവിധമായുള്ള വിചാരവും. സാധ്യമിതം ഇതം ദുസ്സാധ്യമാം ഇതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ. തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം. പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ. ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതീതെന്നൈകമത്യമായേവനോ മുള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവതു. മധ്യമമായുള്ള മന്ത്രമതെന്നിയെ ചിത്താഭിമാനേന താൻ പറഞ്ഞതു. സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞീർഷ്യയാ. കാലുഷ്യചേതസ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിടും പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോന്നധമതെത്രയും. എന്നാലിവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളവിംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാൾ. നന്നെത്രയോ മോർത്തോളമുള്ളിലിതിന്നൊരു കാര്യ വിചാരമുണ്ടായതും. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലമെന്തു ഭവിച്ചതു മാനസേ. മർത്യനാം രാമങ്കൽ നിന്നോ ഭയം തവ ചിത്തേ ഭവിച്ചതുമെത്രയും അദ്ഭുതം. വൃത്രാരിയെ പുരായുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷിപ്യ പത്തനെ സത്വരം. വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാം മേഘനിനാദന തോർക്ക നീ. വിത്തേശനെ പുരായുദ്ധമധ്യേ ഭവാൻ ജിത്വാ ജിതശ്രമം പോരും ദശാന്തരേ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അദ്ഭുതമെത്രയുമോർത്തു കണ്ടോളവും. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താലൊരു ഭയമുണ്ടാവൂ. ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചിലയോ ഭവാൻ. മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലാരാരു മറ്റുള്ളതു ചൊല്ലു നീ. പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ. ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ. കൈലാസശൈലമിളക്കിയെടുത്തുടനാലോലമമ്മാനമാടിയ കാരണം. കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസിതേ. ത്രൈലോക്യവാസികളെല്ലാം ഭവൽ ബലമാലോക്യ ഭീതി കലർന്നു മരുവുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം.
നാം ഒന്നുപേക്ഷിക്ക കാരണാലേതുമോ രാമയമെന്നിയെ പൊയ്ക്കൊണ്ടതുമവൻ. ഞങ്ങളാരാനും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാർ. മാനമോടിന്നിനി ഞങ്ങളിലേഖനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ. മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതും വരും. ഇന്നൊരു കാര്യ വിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും. എത്രയും പാരമിളപ്പം നമുക്കതു മുൾത്താരിലോർത്തരുളേണം ജഗൽപ്രഭോ. നക്തഞ്ചരവരരിദ്ധം പറഞ്ഞളവുൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. രാവണ കുംഭകർണ സംഭാഷണം. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്നൂഢമോദം നിജപീഠമതിന്മേലിരുത്തി ദശാസ്യനും. വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം. ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോടു ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽപ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിലാഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവ നാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതോ. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ ബലീശം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതൗവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും. നല്ലതല്ലേതുമെനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും. ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ. ശാസനയാലു മടങ്ങുകയില്ലതു. വിജ്ഞാനമായുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം നീയതു നാട്ടിലുള്ളോർക്കുമാപത്തിനായി നിർണയം. ഞാനിതിനിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കുവൻ. ജാനകി തന്നെ അനുഭവിച്ചിടു നീ മാനസേ ഖേദമുണ്ടാകരുതേതുമേ. ദേഹത്തിനന്തരം വന്നു പോം മുന്നമേ മോഹിച്ച
നിശ്ചതാഹന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നിടുമാപത്തു നിർണയമോർത്തുകാൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവിന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരാൽ. മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെയൊടുക്കി ഞാൻ ആശു വരുവാനനുജ്ഞയെ ചെയ്കിലെന്നാശരാധീശ്വരനോടു ചൊല്ലിടിനാൻ. രാവണ വിഭീഷണ സംഭാഷണം. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാനവനോടു പദ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീരദശാനന, കേൾക്കണമെന്നുടെ വാക്കുകളിന്നു നീ. നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതുമെല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോടിത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്തഘ്നയജ്ഞാന്തകാദികളും തഥാ. കുംഭകർണൻ ജംബുമാലി പ്രജംഘനും കുംഭൻ നികുംഭനകമ്പനൻ കമ്പനൻ. വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭഹനും ത്രിശിരസതീകായനും. ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ട്രാദിവീരരും. യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും. ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനുമാവല്ലവനോടെടോ. നേരെ പൊരുതു ജയിപ്പതിനാരുമേ ശ്രീരാമനോടു കരുതായിക മാനസേ. ശ്രീരാമനായതു മാനുഷനല്ല കേളാരെന്നറിവാനുമാമല്ലൊരുവനും. ദേവേന്ദ്രനുമല്ലവന്യയുമല്ലവൻ വൈവസ്വതനും നിറുതിയുമല്ല കേൾ. പാശിയുമല്ല ജഗൽ പ്രാണനല്ല വിത്തേശനുമല്ലവനീശാനനുമല്ല. വേധാവുമല്ല ഭുജംഗാധിപനുമല്ലാദിത്യരുദ്രവസുക്കളുമല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷദൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൻ. കൊന്നാനിരൂപത്തൊരു തുടരാമനായി മന്നവന്മാരെ അസൂരാംശമാകയാൽ. അന്നസൂരരെയൊക്കെ ഒടുക്കുവാൻ മന്നീലവതരിച്ചിടും ജഗന്മയൻ.
ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാനെന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിടുവൻ. സേവിപ്പവർക്കഭയത്തെ കൊടുപ്പോരു ദേവനവൻ കരുണാകരൻ കേവലൻ. ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ. ആശ്രിതവത്സലനംബുജലോചനനീശ്വരനിന്ദിരാവല്ലഭൻ കേശവൻ. ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ. മൈഥിലീ ദേവിയെ കൊണ്ടെക്കൊടുത്തു തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുതാശു രക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്ത പരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടുമേവനും. നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകം പുക്ക നേരത്തദീപാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനാൽ. കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ. തൃക്കാലടി വെച്ചു കല്ലാമഹല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയ തോർക്ക നീ. ത്രയ്യംബകം വില്ലു ഖണ്ഡിച്ചു സീതയാം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതുമദ്ഭുതം. പിന്നെ വിരാധനെ കൊന്നു കളഞ്ഞതും ചെന്നഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവം ചാടിക്കടന്നിവിടേക്കു വന്നർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ വന്ഹിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും. ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ തവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോടു വൈരം വൃഥ തന്വങ്കി തന്നെ കൊടുക്ക മടിയാതെ. നഷ്ടമതികളായിടുമമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ. കാലപുരംഗമിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപ്പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടുമരക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. തന്നെ ദുർനയം കൊണ്ടുവരുന്നതിനിന്നു നാമാളല്ല പോകെന്നു വേർപ്പെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ ഫലമില്ല മന്നവ. രാമശരമേറ്റു മൃത്യു വരുന്നേരമാമയമുള്ളിലെനിക്കുണ്ടതു കൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി. താരാർമകളെ കൊടുക്ക വൈകിടാതെ
യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടനർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോടു കലഹം തുടങ്ങിയാലാരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നതു ഓർക്ക നീ. രാക്ഷസരാജ ജയിക്ക ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങൊല. കൊണ്ടൽ നേർവർണ്ണനോ ജാനകി ദേവിയെ കൊണ്ടേ കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക്ക വേണമേ. ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും പദ്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോടു ചൊല്ലിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന. ശത്രുക്കൾ ശത്രുക്കളാകുന്നദേവനും മൃത്യു വരുത്തുമവരെന്നു നിർണയം. ഇത്തരമെന്നോടു ചൊല്ലുകീലാശുനി മധ്യനാമെന്നാലതീനില്ല സംശയം. രാത്രിഞ്ചരാധിപനിത്തരം ചൊന്നളവോർത്താൽ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളോ മേൽക്കയില്ലേതുമേ. പോരുമിവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവപാദാംഭോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീണന്തികെ സന്തതം നിന്നു സേവിച്ചു കൊൾവൻ ജന്മമുള്ള നാൾ. സത്വരം നാലമാത്യന്മാരുമായവനിത്തം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു. ദാരധനാലയമിത്രഭൃത്യൗഘവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം. മാനസത്തിങ്കലുറപ്പിച്ചു തുഷ്ടനായി വീണു വണങ്ങിനാനഗ്രജൻ തൻ പദം. കോപിച്ചു രാവണൻ ചൊല്ലിനാനന്നേരമാപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലുമോ രാമയമിങ്ങിതിനില്ലെന്നു നിർണയം. പോകായ്കിലോ മമ ചന്ദ്രഹാസത്തിനിന്നേകാന്തഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. എന്നുടെ താതനു തുല്യനല്ലോ ഭവാൻ. താവകമായ നിയോഗമനുഷ്ഠിപ്പനാവതെല്ലാമതു സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദികളോടുമത്ര സുഖിച്ചു സുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായാൻ. ജനകാലയെ കാലിയും സീതാഭിധാനേന ജാതയായിടിനാൾ.
ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്ന മോദമോടിങ്ങോ വന്നാരിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങോ ഭവാനുള്ളിലേക്കുന്നതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാനവനിൽ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ അതിനന്യഥാത്വം ഭവിക്കുമോ? ആശരവംശവിനാശം വരും മുൻപേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ.